എൻ്റെ പേര് KS ആൻ്റണി. എൻ്റെ അത്തിക്കയത്തുള്ള JJ ഗാർഡൻസ് എന്ന ഫാമിൽ നിന്നാണ് വരുന്നത്. അവിടെ ഞങ്ങൾ ഏകദേശം ഒരു 4000 മൂട് ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വളർത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു കോൺക്രീറ്റ് പോസ്റ്റിൽ 6 അടി നീളമുള്ള കോൺക്രീറ്റ് പോസ്റ്റിൽ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ നട്ട് വളർത്തി വിടുകയാണ്. ഇത് മെയ് മാസം മുതൽ ഒക്ടോബർ അവസാനം വരെ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴാണ് ഇത് കായ്ക്കുന്നത്. പിന്നെ ഇതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ജാമ്, ജ്യൂസ് പിന്നെ ഉണ്ടാക്കുന്നുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നമുണ്ട്. പിന്നെ ഇതിൻ്റെ പഴം നമ്മൾ കുറച്ച് വിദേശത്തേക്ക് തന്നെ കയറ്റി അയക്കുന്നുണ്ട്. ഇത് ഏറ്റവും ആരോഗ്യത്തിന് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരു പഴവർഗ്ഗമാണിത്. അതായത് നമ്മൾ ഇത് മധുരമുള്ള മലേഷ്യ ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമേ ഞങ്ങളവിടെ ചെയ്യുന്നുള്ളൂ. ടെറസിൽ കൃഷി ചെയ്യുന്നവർക്ക് രീതി ഉള്ളതാണ്. ഇതൊരു GIയുടെ 5 അടി നീളമുള്ള പോസ്റ്റാണ്. ഇതൊരു 50 ലിറ്റർ ക്യാനിനകത്ത്, പ്ലാസ്റ്റിക് ക്യാനിനകത്ത് മണ്ണ് നിറച്ചിട്ട് അത് നടന്നിൽ ഇത് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് മുകളിൽ ഒരു ബൈക്കിൻ്റെ ടയർ വെച്ചിട്ടുണ്ട്. ആ ടയറിലേക്ക് താഴെ നടന്ന ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ വളർന്ന് മറിയുന്നുണ്ട്. ഇതിലാണ് കായ ഉണ്ടായിരുന്നത്. ഇതുകൊണ്ട് നമുക്ക് വളരെ നമ്മൾ ടെറസ് വൃത്തികേടാകാതെ വളരെ വൃത്തിയായിട്ട് നമുക്ക് ടെറസ് സൂക്ഷിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ടെറസിൽ നിന്നും നല്ല ആദായം ലഭിക്കുകയും ചെയ്യും. ഡ്രാഗൺ ഫ്രൂട്ടിൽ കായ് ഉണ്ടായതിന് ശേഷം മൂത്ത് വരുന്ന, അതായത് 3 വർഷമെങ്കിലും പഴക്കമുള്ള തണ്ടുകളാണ് നടാൻ ഉപയോഗിക്കുന്നത്. ഇതൊരു 12 ഇഞ്ച് നീളത്തിൽ മുറിച്ച് മണ്ണിൽ നടുകയാണ് ചെയ്യുന്നത്. വേര് പിടിച്ച തൈകളാണ് ഉള്ളത്. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കായ്കൾ. ഇത് പൂക്കൾ വിരിഞ്ഞ് 28ാമത്തെ ദിവസം തന്നെ നമുക്ക് ഇതിൻ്റെ വെള്ളമെടുക്കാവുന്നതാണ്. ഇതിന് ആരോഗ്യകരമായിട്ട് വളരെ ഗുണങ്ങളുള്ള സാധനമാണ്. അത് ക്യാൻസർ രോഗികൾ, പ്രമേഹ രോഗികൾ, അങ്ങനെ ഏത് രോഗാവസ്ഥയുള്ളവർക്കും കഴിക്കാവുന്നതാണ്. കീമോതെറാപ്പി കഴിഞ്ഞവർക്ക് ഇത് വളരെ കൗണ്ട് കയറുന്നതിന് വേണ്ടി ഇത് വളരെ പ്രയോജനപ്രദമാണ്.